ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് അറിവിന്റെ പുതിയൊരു വീഡിയോ ഇട്ട് സദാപ്പുന്നത് വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ഇന്ന് രാത്രി സർപ്രൈസ് ആയിട്ട് OTT വഴി റിലീസ് ചെയ്യാൻ പോകുന്ന മലയാള സിനിമകളെ കുറിച്ചും അതോടൊപ്പം തന്നെ വരും ദിവസങ്ങളായിട്ട് OTT വഴി റിലീസിനെത്താൻ പോകുന്ന സിനിമകളെ കുറിച്ചൊക്കെയാണ്. അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾ OTT അപ്ഡേറ്റ്സുകൾക്കായിട്ട് ആദ്യം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. പൃഥ്വിരാജ് സുകുമാരൻ, ബേസിൽ ജോസഫ് തുടങ്ങിയ കേന്ദ്ര കഥാപാത്രക്ക് ബിപിൻ ദാസ് അണിയിച്ചൊരുക്കിയ ഏറ്റവും പുതിയ മലയാള ചിത്രമായി ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറയുന്ന സിനിമ ഇന്ന് മിഡ് നൈറ്റോടുകൂടി ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ അതോടൊപ്പം തന്നെ സിംപ്ലി സൗത്ത് തുടങ്ങിയ OTT പ്ലാറ്റ്ഫോം വഴി സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമ കാണുന്ന ആഗ്രഹിക്കുന്നവർക്ക് ഹോട്ട്സ്റ്റാർ, സിംപ്ലി സൗത്ത് തുടങ്ങിയ OTT പ്ലാറ്റ്ഫോം വഴി ഈ സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അടുത്തതായിട്ട് ഇന്ന് രാത്രി OTT വഴി റിലീസിനെത്തിയ മറ്റൊരു സിനിമ എന്ന് നോക്കുന്ന ഇംഗ്ലീഷ് സിനിമയാണ് മാഡ് മാക്സ് സഗ എന്ന് പറയുന്ന മാഡ് മാക്സിന്റെ തന്നെ ഏറ്റവും പുതിയ സീരീസ് ആണ്. ഈ സിനിമയുടെ ഡിജിറ്റൽ റൈറ്റ്സ് സ്വന്തമാക്കിയത് ആമസോൺ പ്രൈം മീഡിയസ് എന്ന ആമസോൺ പ്രൈമിൽ ഇപ്പൊ ഈ ഒരു സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇംഗ്ലീഷ്, തമിഴ്, ഹിന്ദി, തെലുങ്ക് തുടങ്ങിയ ധാരാളം ഭാഷകളാണ് ആമസോണിൽ ഈ സിനിമ കാണാൻ സാധിക്കത്തുള്ളൂ. അടുത്തായിട്ട് ഇന്ന് രാത്രി സർപ്രൈസ് ആയിട്ട് OTT വഴി റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ തമിഴിൽ നിന്നുള്ള ഒരു ചിത്രമാണ് സൂരി, ശശികുമാർ, ഉണ്ണിമുന്തൻ തുടങ്ങിയ കേന്ദ്ര കഥാപാത്രമായിട്ടെത്തിയ ഏറ്റവും പുതിയ തമിഴ് ചിത്രമാണ് ഗരുഡൻ എന്ന് പറയുന്ന സിനിമ. ഈ ഒരു വർഷത്തെ ഏറ്റവും വലിയ പണംവാരി ചിത്രങ്ങൾ ഒന്നായിട്ട് മാറി തമിഴ് സിനിമ ഈ ഒരു വർഷത്തെ മികച്ച ചിത്രമായിട്ട് മാറിയിട്ടുണ്ടായത്. ഇപ്പോഴത്തെ ചിത്രം ഇന്ന് രാത്രി മുതൽ ആമസോൺ പ്രൈം വീഡിയോസ് വഴി സ്ട്രീമിംഗ് ആരംഭിക്കുന്നതായിരിക്കും. തമിഴ് ഭാഷ മാത്രമേ ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. ഇന്ന് രാത്രി റിലീസിലെത്താൻ പോകുന്ന മറ്റൊരു മലയാള ചിത്രം ഏതെന്ന് നോക്കുകയാണെങ്കിൽ സുരാജ് വെഞ്ഞാർമൂട് അതോടൊപ്പം തന്നെ ധ്യാൻ ശ്രീനിവാസൻ തുടങ്ങിയ കേന്ദ്ര കഥാപാത്രത്തിൽ 2021 തിയേറ്ററിലെത്തിയ ഹിക്കുറ്റ എന്ന് പറയുന്ന മലയാള ചിത്രമാണ്. ഒരു പൊളിറ്റിക്കൽ ത്രില്ലറായിട്ട് എത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ വലിയൊരു പരാജയമായിട്ട് മാറുകയായിരുന്നു. ചിത്രത്തിന്റെ OTT റൈറ്റ്സ് എല്ലാം തന്നെ സൈന പ്ലേ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. സൈന പ്ലേ വഴി നമുക്ക് ഇന്ന് മിഡ് നൈറ്റ് മുതൽ ഹിക്കുറ്റ എന്ന് പറയുന്ന സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. മലയാളം ഭാഷ മാത്രമേ ഇപ്പൊ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുള്ളൂ. ഇന്ന് OTT വഴി റിലീസ് ചെയ്യുമ്പോൾ മറ്റൊരു ചിത്രം നോക്കുകയാണെങ്കിൽ തെലുങ്കിൽ നിന്നുള്ള ചിത്രമാണ് ബജയ് വായു വേഗം എന്ന് പറയുന്ന ഏറ്റവും പുതിയ തെലുങ്ക് ചിത്രമാണ്. ചിത്രം സ്ട്രീമിംഗ് ചെയ്യാൻ പോകുന്നത് നെറ്റ്ഫ്ലിക്സ് വഴിയാണ്. നെറ്റ്ഫ്ലിക്സ് വഴി ഇന്ന് മിഡ് നൈറ്റ് മുതൽ നമുക്ക് തെലുങ്ക് ഭാഷ ഈ സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇത്രയും ചിത്രങ്ങളാണ് ഇന്ന് രാത്രി റിലീസ് ചെയ്യാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ വരും ദിവസങ്ങളായിട്ട് റിലീസ് ചെയ്യാൻ പോകുന്ന ചിത്രങ്ങൾ നോക്കുകയാണെങ്കിൽ മലയാളത്തിൽ നിന്നും മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന നിവിൻ പോളി ചിത്രം OTT വഴി റിലീസ് ചെയ്യാൻ പോവുകയാണ്. റിലീസ് ഡേറ്റ് പുറത്തുവിട്ടിരിക്കുകയാണ്. ഈ ചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് എല്ലാം തന്നെ സ്വന്തമാക്കിയ സോണി ലൈവ് ആണ്. സോണി ലൈവ് വഴി നമുക്ക് വരുന്ന ജൂലൈ മാസം 5-ാം തീയതി ഈ ഒരു സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ തുടങ്ങി 5ഓളം ഭാഷകളായിട്ടാണ് ഈ സിനിമ സ്ട്രീമിംഗ് ചെയ്യാൻ പോകുന്നത്. കൺഫേംഡ് ആയിട്ടുള്ള മറ്റൊരു അപ്ഡേറ്റ് ആയി നോക്കുകയാണെങ്കിൽ ടർബോ എന്ന് പറയുന്ന ഏറ്റവും പുതിയ മമ്മൂക്ക ചിത്രത്തിന്റെ ഒറ്റ റിലീസ് ഡേറ്റ് ഒക്കെ പുറത്തുവിട്ടിരിക്കുകയാണ്. ചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് എല്ലാം തന്നെ സ്വന്തമാക്കിയിരിക്കുന്നത് സോണി ലൈവ് ആണ്. സോണി ലൈവ് വഴി നമുക്ക് ഈ വരുന്ന ജൂലൈ മാസം 12-ാം തീയതി ഈ സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. മലയാളത്തിൽ തന്നെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ തുടങ്ങി 5ഓളം ഭാഷകളോടെ ആയിട്ടാണ് സോണി ലൈവ് ഈ സിനിമയെ സ്ട്രീം ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ എത്ര പേരാണ് മമ്മൂക്കയുടെ ടർബോ എന്ന് പറയുന്ന സിനിമയുടെ OTT റിലീസിന് വേണ്ടി കാത്തിരിക്കാൻ കമന്റ് ബോക്സിൽ പോകുക. ഇത്രയും ചിത്രങ്ങൾ കൺഫേംഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. അതോടൊപ്പം OTT റൈറ്റ്സ് സ്വന്തമാക്കി മറ്റ് 2 ചിത്രങ്ങളായിരുന്നു നോക്കിയാൽ മന്ദാകിനി എന്ന് പറയുന്ന ഏറ്റവും പുതിയ അൽതാഫ് സലീം അതോടൊപ്പം തന്നെ അനാർക്കലി മറയ്ക്കാൻ തുടങ്ങിയ ഒരു കേന്ദ്ര കഥാപാത്രത്തിൽ ഈ ഒരു വർഷത്തെ ഹിറ്റ് ചിത്രമായിട്ട് മാറിയ മന്ദാകിനി എന്ന് പറയുന്ന സിനിമയുടെ ഡിജിറ്റൽ റൈറ്റ്സ് എല്ലാം തന്നെ മനോരമ മാക്സ് സ്വന്തമാക്കിയിട്ടുണ്ട്. മനോരമ മാക്സ് വഴി നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഈ സിനിമ കാണാൻ സാധിക്കുന്നു പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ തലവൻ എന്ന് പറയുന്ന സിനിമയുടെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. തലവൻ എന്ന് പറയുന്ന സിനിമയുടെ OTT റൈറ്റ്സ് എല്ലാം തന്നെ സോണി ലൈവ് സ്വന്തമാക്കിയെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. സോണി ലൈവ് ജൂലൈ മാസത്തിന് ഈ സിനിമ സ്ട്രീമിംഗ് ചെയ്യുന്നതായിരിക്കും. ഒരുപക്ഷെ ഇപ്പോഴും ചിത്രത്തിന് മികച്ച ഒരു തിയേറ്ററിനുള്ളതുകൊണ്ടായിരിക്കും ചിത്രത്തിന്റെ റിലീസ് നീണ്ടുകൊണ്ടു പോയിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ചിത്രങ്ങളുടെ കൺഫേംഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ് പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഏത് ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയാണ് കാത്തിരിക്കുന്ന കമന്റ് ബോക്സിൽ നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങൾക്ക് OTT അപ്ഡേറ്റ്സുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.